ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനീഷ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ വ്ളോഗ് നമ്മളെടുക്കുന്നത് തൃശ്ശൂരല്ല, തൊടുപുഴയിലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അതിന് വന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ സെറ്റാക്കി തന്നതിന് അബയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് രസതന്ത്രം എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ ഇന്നസെൻറ്റ് ഒരു മലമുകളിൽ കയറിയിട്ടാണ് ആളുടെ മനസ്സിലത്തെ രഹസ്യം പറയുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അടുത്താണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞുതരാം, എങ്ങനെ ഇങ്ങോട്ട് വരാമെന്നുള്ളതൊക്കെ. അപ്പം നമ്മൾക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഈ പുറകെ കാണുന്ന മലയുടെ അവിടേക്കാണ്. മണിയന്ത്രമല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി ദൂരം പോലും ആയിട്ടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്. ഓക്കെ, പോവാം, കമാ. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ കണ്ടൊരു സംഭവമാണിത്. പൈനാപ്പിൾ കൃഷിയാണ്. കുറേ ഏരിയയിൽ പൈനാപ്പിൾ കൃഷിയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി പ്ലേസ് അല്ലേ? അപ്പോൾ നമ്മൾ മണിയന്തരം മലയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണിത്. ഈ പുറകിൽ കാണുന്നത് ഇടുക്കിയാണെന്നാണ് നമ്മുടെ കൂടെയുള്ള ഒരുത്തം പറഞ്ഞത്. പിന്നെയെന്നുണ്ടെങ്കിൽ ഇതേ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല പാറ. ഈ പാറയുടെ മുകളിൽ കയറിയെന്നാണോ ഇന്നസെൻറ്റ് വിളിച്ച് കൂവിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ മലയുടെ പേര് മണിയന്ത്രമല. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊടുപുഴയ്ക്കടുത്ത് എടക്കാട്ടുകയറ്റം എന്ന് പറഞ്ഞ റൂട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. അതല്ലാതെ മടക്കത്താൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയും ഒരു റൂട്ട് ഉണ്ട്. നമുക്ക് ഈ വഴിയിലൊക്കെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ കാറൊന്നും കൊണ്ടുവരാതിരിക്കുകയായിരിക്കും നല്ലത്. ചെറിയ റോഡാണ്. പക്ഷേ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് കിടുവാണ്. കിടു അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് തന്നെ കാണാം. നല്ല 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 രസമുണ്ട് കേട്ടോ. നല്ല സന്തോഷമായി. എന്നാ ഒരു വ്യൂ ഒന്ന് നോക്കിയേ. എല്ലായിടത്തും ചുറ്റും മലകൾ. നമ്മൾ മല കാണാത്ത ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടമാവുക. മലയൊക്കെ കണ്ടു വളർന്നവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഒരു പുളിമരം കിട്ടിയിട്ടുണ്ട്. നല്ല പച്ചപ്പുളി. അടിപൊളി കേട്ടോ. ഇപ്പം ഈ പുളിയൊന്നും നാട്ടിൽ അങ്ങനെ കിട്ടാനില്ല. എൻ്റെ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. നല്ല പുളിയുണ്ട്. എന്നാലും ഒരു സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതും കാട്ടീന്ന് പറിക്കണതാണ്. കണ്ടോ, മുകളിലൊക്കെ നിറയെ ഉണ്ട്. ഇത് വേറെ തന്നെ. ഇത് കുറച്ചുകൂടെ നല്ല അരിപ്പുളി പോലെ. അരിപ്പുളിയല്ല, കുറച്ചുകൂടെ കിളുന്തില്ലേ അത്. നമ്മളിപ്പോഴേ ഇവിടെ എന്താ ഒരു വെള്ളം ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല. പക്ഷെ നല്ല തണുത്ത വെള്ളം, നല്ല സുഖമുണ്ട്. പോരാത്തതിന് നല്ലൊരു വ്യൂവും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടുത്തെ ആൾക്കാരെ ഞാൻ തോന്നുന്നു കേട്ടോ വരുന്നത്. കാരണം ഈ ഊടുവഴിയും ഇത് എല്ലായിടത്തും ഒന്നും നമുക്ക് ഇതില്ല, സൈൻ ബോർഡുകളൊന്നുമില്ല. അപ്പോൾ എന്നുണ്ടെങ്കിൽ കൂടുതലും ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് തന്നെ വരേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ വഴി തെറ്റി. പിന്നെ അധികം വീടുകളൊന്നുമില്ല ഇവിടെ. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് പോകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു ഹിഡൻ ഡെസ്റ്റിനേഷൻ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ,
വെള്ളത്തിൽ കാലൊക്കെ ഇട്ടടിച്ചിരിക്കുകയാണ്. ഞാൻ പോയിട്ടുള്ളടത്തൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ട നമ്മൾ വന്ന വഴിയാണ്, അതായത് ഫൈനൽ സ്ഥലത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വഴിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, കാറൊന്നും ഇത്ര വരെ വരില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ചപ്പുറത്തൊക്കെ കാറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, വാഗനറൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കയറാൻ പോവാണ് മല. മല കയറുന്നതിന് മുമ്പ് നമുക്ക് കാണാം ആദ്യം ദേ കണ്ടില്ലേ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ മല കിടക്കുന്നത്. അല്ല, അതാണ് നമ്മുടെ മല. അപ്പോൾ നമ്മൾ മല കയറാണ്. സൈഡിലൊക്കെ നല്ല ഹരിതാപം, പച്ചപ്പ്. ഇനി വേറെന്താ വേണ്ട നമുക്ക്? അപ്പോൾ ഒരു ട്രെക്കിങ് പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ, കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, എനിക്ക് കയറുമ്പോൾ നന്നായിട്ട് കയറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കൈ വെച്ചിട്ട് വരിക. ഇടയിൽ ഒരു ചെറിയ കടയേ ഉള്ളൂ വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ നട്ടപ്പാറ വെയിലത്തൊന്നും ഇവിടേക്ക് വരരുത് പ്ലീസ്. നല്ല ക്ലൈമറ്റൊക്കെ നോക്കി വേണം വരാൻ. അതായത് ഇതിനു വേണ്ടി മാത്രം വരുന്നവർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ ബൈക്ക് തന്നെയാണ്. കാറിലൊന്നും വന്നാൽ നടപ്പില്ല. നല്ല കയറ്റാണ്. കയറി കഴിഞ്ഞിട്ട് ബൈക്കിൽ സംസാരിക്കാം. കാട് പോലത്തെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊക്കെ റോഡൊക്കെ ഉണ്ട്. വാ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ നടന്നിട്ട് ഒരു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ കയറ്റം കയറി. വന്നപ്പോൾ നല്ല കാറ്റാട്ടോ. വെയിലും കൂടി ആയപ്പോഴേ സഹിക്കുന്നില്ല നമുക്ക്. പക്ഷേ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടമല്ല കേട്ടോ, സോറി, നീർച്ചാലെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കണ്ടോ നീർച്ചാല്? ഒരു ക്യൂട്ട് നീർച്ചാലാണ്. നല്ല വെള്ളം. ആഹാ, നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ തോന്നുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ പ്ലാൻ വഴിയിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഈ മഴയൊക്കെ കഴിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ രണ്ട് ചേച്ചിമാർ നമ്മളെ തടഞ്ഞു നിർത്തി. അവർ പറഞ്ഞു മക്കളെ പോകണ്ട, ഇപ്പോൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ സ്ലിപ്പാവും, വീഴും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ചേച്ചിമാർ നമ്മളെ പേടിപ്പിച്ചപ്പോൾ നമ്മൾ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. കാരണം ഈ മോളിൽ പോയിട്ട് 4 പിള്ളേർ കൂടെ മോളിൽ പോയിട്ട് പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരികയാണ്. പിന്നെയും കാട്ടിക്കൂടെ കാട് എന്തായാലും കാണാൻ പറ്റി. എന്തായാലും നല്ലൊരു ട്രക്കിംഗ് അനുഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പറ്റിയ ടൈറ്റിൽ മലമുകളിൽ കയറാൻ പോയിട്ട് മൂഞ്ചി പോന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ ഇടാല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് നടക്കുകയാണ്. എന്തായാലും ഈ കാടും മലയും ഒക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. നമ്മളിപ്പോൾ തൽക്കാലം തിരിച്ചു പോവുകയാണ്, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ ബൈ.